ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റോക്കിൻ്റെ അനാലിസിസ് ഒന്നുമല്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു വലിയൊരു പലരുടെയും പ്രിയപ്പെട്ട സ്റ്റോക്കുകളും ഒരുപാട് നല്ല സ്റ്റോക്കുകളും ഇപ്പോഴത്തെ ഒരു റാലി നടത്തിയ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് കറക്ഷൻ കണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു കറക്ഷൻ കണ്ട സമയത്ത് നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്താണ്, ഇതൊരു അവസരമാക്കണോ അതെയോ ഇനിയും വലിയ കറക്ഷൻ വരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനത്തിൽ ഞാൻ പഠിച്ചേക്കണ ഒരു രീതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനികളെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് തന്നെ തുടങ്ങാം. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഈ ചാർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ളത്. ഇതായിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ ഒരു സ്റ്റോക്കിൻ്റെ എല്ലാ സ്റ്റോക്കിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോണ സ്റ്റോക്കുകളാണ് നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് നൽകുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള സ്ക്രീനർ പോലത്തെയുള്ള സ്ക്രീനർ, മണി കൺട്രോൾ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ ലഭിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കമ്പനിയുടെ പേരടിച്ചു കൊടുക്കുക. കമ്പനിയുടെ പേരടിച്ചു കൊടുക്കുമ്പോൾ ഈ കറക്ഷനിൽ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടാണോ, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും? അതിൻ്റെ അകത്ത് മാർക്കറ്റ് ക്യാപ്പുണ്ട്, അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസുണ്ട്, ROC, ROE, പിന്നെന്താ ഫേസ് വാല്യൂ എത്രയാണ്, പിന്നെ അതിൻ്റെ മെയിനായിട്ടെന്ന് സെയിൽസ് കൂടി തന്നെയാണോ, എല്ലാം അറ്റ്ലീസ്റ്റ് ഇയർ ഓൺ ഇയർ ആയിട്ട്. മെയിനായിട്ട് ഞാൻ നോക്കുന്നത് ഇയർ ഓൺ ഇയർ ആണ് നോക്കുന്നത് കേട്ടോ. ഞാനൊരു വലിയ ലോങ് ടൈമിലേക്കുള്ള ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇയർ ഓൺ ഇയർ ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത്, അതെപ്പോഴും ഗ്രോത്ത് നോക്കണം. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ നോക്കണം, ഓപ്പറേറ്റിംഗ് മാർജിൻ, പിന്നെ കടവും കൂടുന്നുണ്ടോ, അത് കുറയ്ക്കുകയാണോ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ റിസർവ് എത്രയുണ്ട് കമ്പനികളിലെ, പിന്നെ FIS DASൻ്റെ ഡേറ്റ, മറ്റേ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, അങ്ങനെ പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിങ്, FISൻ്റെ ഷെയർ ഹോൾഡിങ്, അങ്ങനെയുള്ള ഡേറ്റകളൊക്കെ പരിശോധിക്കണം. ഇവരൊക്കെ എങ്ങനെയാണ് പൊസിഷൻ, അതിൻ്റെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ അകത്ത് എന്താണ് ചെയ്തത്. അപ്പോൾ മെയിനായിട്ടൊരു കമ്പനികളുടെ സെയിൽസ് കൂടിയാൽ മാത്രമാണ് എന്ത് കൂടുകയുള്ളൂ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുകയുള്ളൂ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. ഈ സെയിൽസ് കൂടുന്നുണ്ട്, അങ്ങനെയുള്ള ഇത് ഫണ്ടമെൻ്റലായിട്ട് വേറെ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല, സ്റ്റോക്കിൻ്റെ പ്രൈസ് മാത്രമാണ് കുറയുന്നതെങ്കിൽ എന്താ, അതൊരു താൽക്കാലിക മാർക്കറ്റിൽ മൊത്തത്തിൽ ഉള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നേക്കണ ഭാഗമാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം അത് മാർക്കറ്റിനെ കുറിച്ച് മൊത്തത്തിൽ ഇപ്പോൾ നമുക്കൊരു ഈ പഠിച്ചിരിക്കണം. അപ്പോൾ മാർക്കറ്റിൽ ഓവർ സോൾഡായോ, മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇനി വാങ്ങിക്കാൻ പറ്റിയ അവസ്ഥയാണെന്ന് എങ്ങനെ അറിയും? അതിനാണ് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത്. അപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്താ? ഈ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രീം ഫിയറുണ്ട്, ഗ്രീഡുണ്ട്, എക്സ്ട്രീം ഗ്രീഡുണ്ട്. ഇപ്പോൾ ഈ എക്സ്ട്രീം ഗ്രീഡ് എന്ന് പറഞ്ഞാൽ എന്നാ, എല്ലാവർക്കും ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. ഏത് സ്റ്റോക്ക് എത്ര വിലയിലും വേണമെങ്കിലും നമ്മൾ വാങ്ങിച്ചിടാം, നമ്മൾ സാധാരണക്കാർ ഏത് വിലയ്ക്കും വാങ്ങിക്കാവുന്ന ഒരു നിലയിലാണ്. പക്ഷേ എക്സ്ട്രീം ഫിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെപ്പോഴും നമുക്ക് ഈ സ്റ്റോക്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ ആ സമയത്ത് നമ്മൾ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് 20-ന് താഴത്തേക്ക് നോക്കിയേ, അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് 20-ന് താഴത്തേക്ക് എന്തൊന്നും സജസ്റ്റ് ചെയ്യുന്നത്, ഓപ്പൺ ഫ്രഷ് പൊസിഷൻ എടുക്കാൻ പറ്റിയൊരു അവസരമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ താഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് ഇച്ചിരി ഓടിച്ചു നോക്കിയാൽ അത് ഇച്ചിരി കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കൂടി താഴത്തേക്ക് പോയി കഴിഞ്ഞാലോ, ഇതിൻ്റെ ഒരു ചാർട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരെ ഇതിൻ്റെ ആക്യുറസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ചാർട്ട് കണ്ട, എക്സ്ട്രീം ഫെയർ 20-ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവനൊരു തിരിച്ചു പോക്ക് എപ്പോഴും നടത്തുക. അപ്പോൾ ഈ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അകത്തെ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൊരു കുറച്ച് കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി നോക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഈ രീതി തന്നെയാണോ പോണേന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യം.
അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ടത് തന്നെ മാർക്കറ്റിൻ്റെ PE റേഷ്യോ, നിഫ്റ്റിയുടെ PE. ഇത് 2000 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലുള്ള നിഫ്റ്റിയുടെ PE ആണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചിലത് കണ്ടാവും കടും പച്ചയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാലഘട്ടം എന്നുള്ള ഒരു ലെവലാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് ഇപ്പോൾ ഈ 2015 ശേഷം നോക്കിക്കേ, നിഫ്റ്റിയുടെ PE 20 താഴെ വന്നേക്കണം നോക്കിയാൽ ആപ്പാടെ 2 മാസങ്ങളിലേ വന്നിട്ടുള്ളൂ 20 താഴെ. അപ്പോൾ 20 താഴേന്ന് PE വരുമ്പോഴത്തേനും 20 അടുത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല ബൈങ്ങിൻ്റെ ഒരു അവസരമാണ്. ഇപ്പം നിൽക്കുന്നത് 22 അടുത്താണ് നിൽക്കുന്നത്. അപ്പം അതും ഒരു വലിയ തെറ്റില്ലാത്ത ലെവലാണ്. അപ്പം അതിൻ്റെയും താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ എന്താ, അതിൻ്റെ അകത്ത് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ ആ ഉള്ളിലേക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരവസരത്തിലേക്കാണ് നിലവിൽ വന്നേക്കണേ എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. അപ്പം അത് വേറെണ്ണം. പിന്നെ നോക്കുന്നത് ഏതാ, ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ വിക്സ് നോക്കി ഇപ്പോൾ നിലവിൽ 16.06 ആണുള്ളത്. അതിൻ്റെ മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കി, അതിൻ്റെ അകത്തും നോക്കി 20 അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവനൊരു തിരിയാൻ ഇതാവും. അപ്പോൾ 20 അടുത്തേക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ പലപ്പോഴും ഒരു 20 അടുത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, ഒരു അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസുകൾ വരുമ്പോഴാണ് 20 മുകളിലേക്കൊക്കെ വലിയ കാര്യമായിട്ട് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു കേസാണ് ഇപ്പോൾ നിലവിൽ വന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അനിശ്ചിതാവസ്ഥയുണ്ടോ? മാർക്കറ്റിൻ്റെ വിപണിയുടെ കാഴ്ചപ്പാട് പ്രകാരം ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു അനിശ്ചിതാവസ്ഥയ്ക്കൊന്നും ചാൻസ് ഇല്ലാത്തൊരു ഇതാണ്. കാരണം ഒരു സ്ഥിരതയാർന്ന ഗവൺമെൻറ് തന്നെ അടുത്ത കൊല്ലവും അല്ലെങ്കിൽ അടുത്ത 5 വർഷവും വരുമെന്നാണ് വിപണി നിലവിൽ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് ഇനി വിപണിയിൽ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. അതിനെന്ത് ചെയ്യണം, തിരഞ്ഞെടുപ്പ് കഴിയണം, അതിൻ്റെ റിസൾട്ട് വരണം. ആ ഒരു കാലഘട്ടം വരെ ഇപ്പോഴത്തെ അതിന് മുന്നോടിയായിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോഴത്തെ ഈ നിഫ്റ്റിയുടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്. പിന്നെ ഇത് കൂടാണ്ടൊരു കേസ് കൂടിയുണ്ട്. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്നാ, ഫെബ്രുവരി, അടുത്ത മാസം എന്നാ മാർച്ച്. അപ്പോൾ മാർച്ചിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഇയർ എൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ അത് എൻ്റെ ഈ ഒരു ഇതാണ് ഇപ്പോൾ പറയാൻ പോണത്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഇപ്പോൾ ഇയർ എൻഡിങ്ങിൽ സാധാരണ ഗതിയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് കൊടുക്കുന്നതിനും ടാക്സ് പേപ്പറുകളും ഒക്കെ ശരിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെയൊക്കെ കുറേ പൊസിഷൻസ്, ചില സ്റ്റോക്കുകൾ വിൽക്കും, ചില സ്റ്റോക്കുകൾ വാങ്ങിക്കും. അങ്ങനത്തെ കേസുകളൊക്കെ ഈ മാർച്ച് മാസത്തിലൊക്കെ, ഈ ഫെബ്രുവരി അവസാനം മാർച്ച് മാസത്തിലൊക്കെയാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം ചില പൊസിഷൻസ് വിൽക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയ പൊസിഷൻ എടുക്കും. അപ്പോൾ ആ ഒരു രീതിയും കൂടി ഈ ഒരു ഭാഗത്തുറപ്പ്. അപ്പോൾ അടുത്ത മാസത്തിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ വരുമ്പോഴത്തേന് തന്നെ ഒരു റാലിക്കുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം എന്നാ വെച്ചാൽ അടുത്തത് ഒരു സ്ഥിരതയാർന്ന ഗവൺമെൻറ് വരുമെന്നാണ് വിപണി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വരുമ്പോഴത്തേനും മാർക്കറ്റ് ഒരു റാലിക്ക് തുടക്കം ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിരതയാർന്ന ഗവൺമെൻറ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഇപ്പോൾ നിലവിൽ ഉള്ള പോളിസികളും നിലവിലത്തെ വളർച്ചയും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താ, നമ്മുടെ പെർഫോമൻസ്, കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു നിലവാരം, അതിൻ്റെ വളർച്ച, ഇന്ത്യയുടെ ഒരു വളർച്ച, ആ ഒരു കേസുകളാണ് ഈ മാർക്കറ്റ് നോക്കുന്നത്. അപ്പം വിപണിക്ക് അനുകൂലമായിട്ട് ഇരിക്കേണ്ടത് എന്താ, ഒരു സ്ഥിരതയാർന്ന ഗവൺമെൻറ് വേണം. അപ്പോൾ അത് അടുത്ത 5 വർഷവും നിലവിൽ ലഭിക്കുമെന്നാണ് വിപണി വിചാരിച്ചേക്കുന്നത്. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഈ ഒരു ഇടിവും നമ്മൾ എന്ത് ചെയ്യണം, അവസരമാകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ട സെക്ടർ ഏതാ, ഈ ഒരു വികസനം ഇന്ത്യ 2030 കാലഘട്ടത്തോടുകൂടി ഒരു 8 ട്രില്യനും 10 ട്രില്യനും ഇടയിലേക്ക് വരുമെന്നാണ് വിവിധ ഏജൻസികൾ വിലയിരുത്തിയേക്കുന്നത്. അപ്പം അങ്ങനെ വിലയിരുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ വികസനത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം തന്നെ റെയിൽവേ, പിന്നെ റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള കേസുകൾ തന്നെ വികസിക്കണം. അപ്പം ആ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് ഈ ഒരു ഇടിവ്
ആദ്യത്തെ പരിഗണനയ്ക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടേ? റെയിൽവേ റോഡ് വികസിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഈ ഒരു പുതിയ കമ്പനി വരാൻ വേണ്ടി എന്ത് ചെയ്യണം? വൈദ്യുതി, പവറുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടേ? ആ കമ്പനികളുടെ നമുക്ക് പരിഗണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ, ടി വി, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് കയറ്റുമതികൾ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ വെക്കാവുന്നതാണ്. പിന്നെ ഫാർമ സെക്ടർ, പിന്നെ എന്തെന്നാ ഹോസ്പിറ്റൽ സ്റ്റോക്കുകൾ. കാരണം ഇന്ത്യയിലൊക്കെ ഹോസ്പിറ്റൽ ചെയിനൊക്കെ ഒരുപാട് വളരാനുണ്ട്. ഇനി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനും ഒരുപാടെണ്ണം ഉള്ളതാണ്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റോക്കുകൾ അതുകൂടാണ്ട് നിന്ന് ഏതൊക്കെ സെക്ടറാണ്? കെമിക്കൽ സെക്ടർ. ഒരുപാട് കെമിക്കൽ സ്റ്റോക്കുകൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൂടാണ്ട് ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്നിനും പ്രിഫറൻസ് ഇട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താ, ആ പോളിസിക്ക് അനുസരിച്ചുള്ള സ്റ്റോക്കുകളായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുക. അപ്പോൾ അത് ആ ഒരു നിലവാരത്തിൽ തന്നെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യണം? ഈ ഒരു ഇടിവിൽ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ല സ്റ്റോക്കാണോ ചീത്ത സ്റ്റോക്കാണോ, അതിന് വളർച്ചാ സാധ്യതയുണ്ടോ, അങ്ങനത്തെ കേസുകളൊക്കെ നോക്കിയിട്ട് നല്ല നല്ല സ്റ്റോക്കുകൾ വരുമ്പോൾ ആ സ്റ്റോക്കുകളെ കുറിച്ച് പഠിച്ചിട്ട് ഇതുപോലുള്ള കറക്ഷൻ്റെ സമയത്ത് തന്നെ ഇതുപോലെയുള്ള മാർക്കറ്റ് മൂടൊക്കെ, പ്രത്യേകിച്ച് മാർക്കറ്റ് മൂടൊക്കെ ഒരു 20 താഴത്തേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റോക്കുകൾ വാങ്ങിച്ച് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അനിശ്ചിതാവസ്ഥ, ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു വലിയ റാലിക്കുള്ള തുടക്കമാണ് ഈ വരാൻ പോണത്. അപ്പോൾ ആ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതെ നല്ല സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുക. അപ്പോൾ അതിന് ആദ്യം വേണ്ട തന്നെ ഇതുപോലുള്ള സൈറ്റുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ച് കഴിയുമ്പോഴത്തെ ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് നാളങ്ങ് പഠിച്ച് കഴിയുമ്പോഴത്തേനും അതൊരു നല്ലൊരു ഈസി ആയിട്ട് വരും. നമുക്കൊരു വലിയ പ്രശ്നമില്ലാത്ത രീതിയായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് നല്ല ഇതുപോലത്തെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ, ബിൽഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു 10-15 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഈ നിഫ്റ്റിയുടെ ചാർട്ട് കണ്ട പോലെ ആയിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരും, വലിയൊരു ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനീനെ കുറിച്ച് സ്വന്തമായിട്ട് പഠിക്കണം. അപ്പോൾ വല്ലവരും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എന്നാ, ഈ ഒരു കമ്പനി വളരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കമ്പനീനെ കുറിച്ച് പഠിക്കുക, കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പഠിക്കുക. എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു, ഇപ്പോൾ പേടിഎമ്മിൻ്റെയൊക്കെ ന്യൂസ് വന്ന പോലെ പെട്ടെന്നൊരു ദിവസം ഒരു ന്യൂസ് ഒന്ന് സ്റ്റോക്ക് താഴത്തേക്ക് പോകാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് സുഖമായിട്ട് തോന്നിയില്ലെങ്കിൽ എന്താണ്, അപ്പം തന്നെ എന്നാ ചെയ്യണം? എക്സിറ്റ് അടിക്കുക. പുതിയ ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ നമ്മുടെ വിപണിയിലില്ലേ? വളർച്ചാ സാധ്യതയുള്ള ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഒരു സ്റ്റോക്കെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കാണ്ട് വേറെ പുതിയ നല്ല സ്റ്റോക്കുകളിലേക്ക് മാറിയെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഈ പറഞ്ഞത്. അപ്പോൾ എനിക്കിതുവരെ ഈ ഒരു ഫോളോ ചെയ്തുകൊണ്ട് എനിക്കൊരു വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബൈയേഴ്സല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.